എപ്പോൾ നോക്കിയാലും എന്തെങ്കിലുമൊക്കെ വെട്ടിയും കളച്ചുമൊക്കെ നടക്കുന്നതുകൊണ്ട് ഈ പിശാചിന് ഒരിടത്ത് അടങ്ങിയിരുന്നൂടെ എന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട്. എൻ്റെ തല കഴിഞ്ഞ 2 ദിവസം ഫാന് പോലെയാണ് കറങ്ങിക്കൊണ്ടിരുന്നത്. എന്തായാലും 2 ദിവസം ഫുൾ റെസ്റ്റൊക്കെ എടുത്തിട്ട് പൂർവാധിക ശക്തിയോടുകൂടി ഞാൻ ഇന്ന് പിന്നെയും ക്ലീനിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. താറാക്കുഞ്ഞുങ്ങളുടെ കൂടെ ആകെ വൃത്തികേടായിട്ടായിരിക്കുന്നത്. അവരുടെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഈ ഇടയ്ക്കാണ് ഞാൻ 10 താറാക്കുഞ്ഞും ഒരു കോഴിക്കുഞ്ഞും ഒക്കെ വിരിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടി വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ വീക്കിൽ തന്നെ കുറേ താറാക്കുഞ്ഞുങ്ങളൊക്കെ ചത്തുപോയിട്ടുണ്ടായിരുന്നു. ആ കോഴിക്കുഞ്ഞും ചത്തുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാക്കി ഇപ്പോൾ ആകെ ഉള്ളത് 3 പേരേ ഉള്ളൂ. പക്ഷേ ഇവർ ഇനിയിപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. 2 വീക്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി അങ്ങനെ ചത്തുപോകാറില്ല. ഇപ്പോൾ എന്തായാലും സേഫായിട്ട് ഇരിക്കുന്നുണ്ട് എല്ലാവരും. കഷ്ടകാലത്തിന് ഞാൻ 2 ദിവസം ഇവരെ ഇന്ന് വാഷിംഗ് മെഷീൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വാഷിംഗ് മെഷീൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. അപ്പോൾ പിന്നെ മൊത്തത്തിൽ ഞാൻ വാഷിംഗ് മെഷീനൊക്കെ കൂടി കുളിപ്പിച്ചെടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കാറ് കഴുകാൻ പറഞ്ഞാൽ കാർ ഷെഡും കൂടി കഴുകുന്ന സ്വഭാവം ആയതുകൊണ്ട് വാഷിംഗ് മെഷീൻ കഴുകി കഴിയുമ്പോഴത്തേക്ക് തൊട്ടടുത്ത് തരുന്ന വാട്ടർ ടാങ്കും ഒക്കെ ഞാൻ കഴുകി കുളിപ്പിച്ച് സുന്ദരിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഡോക്ടറെ കാണാൻ പോയ സമയത്ത് ഈ സ്വഭാവം എന്തെങ്കിലും രോഗത്തിൻ്റെ ലക്ഷണമാണോ എന്ന് ചോദിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ ഈ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ക്ലീൻ ചെയ്ത ഭാഗത്തിൻ്റെ സൗന്ദര്യം നോക്കിയിട്ട് കുറച്ച് നേരം നിൽക്കാറുണ്ട്. അപ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ ആലോചിക്കുമ്പോൾ ഈ ഒരു രോഗം വളരെ നല്ലതാണെന്നും എനിക്കും തോന്നാറുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ ലിസ്റ്റിലില്ലാത്ത ഒരു സംഭവം കൂടി അങ്ങനെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അത് ആലോചിക്കുമ്പോഴത്തേക്ക് 2 ദിവസം റെസ്റ്റ് എടുത്തതിൻ്റെ വിഷമം എനിക്ക് അങ്ങോട്ട് മാറിക്കിട്ടി.